എൻ്റെ പൊന്നു മോളെ, കോഴി എന്നൊന്നും പറഞ്ഞാൽ പോരാ, കാട്ടുകോഴി. അവൻ എന്നോട് പറയണേ നാളെ ഞാൻ റെഡ് കളർ സാരി ഉടുക്കണമെന്ന്. ഞാൻ എന്തായാലും വൈറ്റ് കളർ ചുരിദാർ ഇടുള്ളൂ. ആഹാ. അതുപോലെ എന്നോട് പറയാ ചാണകപ്പച്ച കളർ നെയിൽ പോളിഷ് ഇടണമെന്ന്. ഞാൻ നാളെ മഞ്ഞ, നീല അങ്ങനെയൊക്കെ നെയിൽ പോളിഷ് ഇട്ടാലോ? അല്ലെങ്കിൽ വേണ്ട അല്ലേ, നെയിൽ പോളിഷ് ഇടുന്നില്ല ഞാൻ. ആഹാ, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഉണ്ടാവും മനുഷ്യന്മാര്. എനിക്കൊന്ന് കല്യാണം കഴിക്കുന്ന പറഞ്ഞിട്ട് അതാരോ വന്നേക്കുക. നീ എൻ്റെ ഒരു ഇത് നീ കേക്ക്. പോയി നോക്കട്ടെ. അല്ലെങ്കിൽ ഒരു കൊറിയർ ബോയ് ആയപ്പോലും പ്രശ്നമില്ലടി എനിക്ക്. കൊറിയൻ അല്ല, കൊറിയർ. സ്നേഹിക്കാനുള്ളൊരു മനസ്സ്, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ചേച്ചിയാ? അല്ലെങ്കിൽ കൊറിയർ ബോയ് വേണ്ട, കൊറിയർ ബോയ് കട്ട്. എടി, ഇത് എനിക്കുള്ള കൊറിയർ അല്ല, ഏതോ പ്രകാശുള്ള കൊറിയറാണ്. ഏതാണ് ഈ പ്രകാശ്? ആരാണ് അവൻ? അവൻ എന്തിനാണ് എൻ്റെ വീട്ടിലോട്ട് കൊറിയറൊക്കെ അയക്കണേ? തുറന്നൊന്നും നോക്കാൻ പറ്റില്ല. അതൊന്നും ശരിയല്ല. നീ ഒന്ന് വെച്ചേ, ഒരു സമാധാനം തരില്ല. ഇത് അഡ്രസ്സ് മാറി വന്നതല്ല, എൻ്റെ അഡ്രസ്സാണ്. പേര് മാത്രമേ മാറ്റുള്ളൂ. ഇതെങ്ങാനും എൻ്റെ കല്യാണം മുടക്കാൻ ആരെങ്കിലും കൊടുത്തു വിട്ടാണെങ്കിലോ? തുറന്നു നോക്കാം. തുറക്കാം. തുറന്നു പാക്കറ്റോ? പെണ്ണ് കിട്ടിയത് പ്രകാശം പറഞ്ഞില്ലല്ലോ. ഓരാണ് ഈ പ്രകാശ്? നീയൊക്കെ ഇതിനാണ് അവനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണേ? എന്റെ കൂട്ടുകാരനാണ്. ഇത് അവന്റെ ഫ്ലാറ്റ് അല്ലേ? ഇത് അവന്റെ ഫ്ലാറ്റ് അല്ല. ഇത് ഞാൻ അവന് മേടിച്ചുകൊണ്ടുവന്ന ഒന്ന് പേടിപ്പിക്കാൻ, ചെറിയൊരു സർപ്രൈസ്. എടുത്തോട്ട് പോണം നിന്റെ കോഴിയുടെ തലേ. സോറിയേ. ഉയ്, അതെ, ഒന്ന് നിൽക്കണേ. ഞാനാ പ്രകാശിന്റെ കൂട്ടുകാരൻ. എത്രയായി? 350. അയ്യോ ചേട്ടാ, ഞാൻ പൈസ എടുത്തില്ല. എന്നാ സാധനം ഇവിടെ ഇരിക്കട്ടെ, പൈസ വരുമ്പോ തരാം. ഹലോ, പൈസ ഞാൻ തരാം. എത്ര ചേട്ടാ? 350. താങ്ക് യു. സോറി. കുഴപ്പമില്ല. ഐം ഗോവിന്ദ്. ഹിമാലയത്തിൽ നിന്ന് എന്നെ ഒഴുകി കൂട്ടാനൊന്ന് പേടിപ്പിക്കാൻ കരുതിയതാ. താൻ വെറുതെ പേടിച്ചൂലേ? പേടിച്ചോന്നോ? ഞാനങ്ങട്ട് ഇല്ലാണ്ടായി. അല്ലെങ്കിലും എന്റെ ജാതകത്തിലുള്ളതാ എന്നെ കെട്ടാൻ പോകുന്നവൻ അങ്ങ് ഹിമാലയത്തിൽ നിന്നാ വരാന്ന്. അതെ, ഞാൻ ഈ ഹിമാലയത്തിൻ്റെ തണുപ്പിൽ നിന്ന് നേരെ ഇവിടുത്തെ ചൂടിലിട്ട് വന്നപ്പോൾ ബോഡി റിയാക്ട് ആയതാ. അപ്പൊ അവിടെ നേരെ ഇങ്ങോട്ടാണോ വന്നത്? പിന്നെ ഈ ഞാനും പ്രകാശനും കൂട്ടുകാരാണല്ലോ. ആരാണ് ഈ പ്രകാശൻ? ആളെങ്ങനെയാണ്? ഞാൻ ഇതുവരെ ആളെ കണ്ടിട്ടില്ലല്ലോ. ആള് മാരീഡ് ആണോ? ആള് കാണാൻ എങ്ങനെയാണ്? സുന്ദരനാണോ? കാണാൻ എന്നെയൊക്കെ പോലെ ഉണ്ടാവും. അപ്പൊ കൊള്ളില്ലല്ലേ? അല്ല, താനെ ഇത് പറ, എവറസ്റ്റ് പോയിണ്ടോ? പോയിട്ടുണ്ടോന്നോ? എവറസ്റ്റിന്റെ തുഞ്ചത്ത് എത്താൻ പറ്റിയില്ല. ഒരു 6-7 കിലോമീറ്റർ താഴെ വരെ പോയിട്ടുണ്ട്. അവിടെ നല്ല പരിപ്പട കിട്ടും. അവിടെ പരിപ്പടിയൊക്കെ കിട്ടുമോ? ഓ, നേപ്പാളിലെ പ്രധാന കൃഷി പരിപ്പാണല്ലോ. ആണല്ലേ. എനിക്കും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നൊക്കെ ഭയങ്കര ആഗ്രഹം. പക്ഷെ അമ്മ സമ്മതിക്കില്ലാന്നേ. അമ്മ എപ്പോഴും പറയുന്നോ, കല്യാണം കഴിഞ്ഞിട്ട് എവിടെ വേണമെങ്കിലും പൊക്കോളാം.
അതുകൊണ്ട് ഇപ്പൊ കല്യാണം നോക്കുക. ഇന്ന് ഒരാൾ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. താൻ മാരീഡ് ആണോ? പക്ഷെ മാട്രിമോണിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. റെസ്പോൺസ് ഒന്നുമില്ല. നീ ഏത് ഐ ഡി? വാസുദേവൻ 143. ഗോവിന്ദ് എന്നല്ലേ പേര് പറഞ്ഞത്? എൻ്റെ പേരിൽ തുടങ്ങിയിട്ട് രാശിയില എന്നും പറഞ്ഞ് പപ്പൻ്റെ പേരില്ല. കിട്ടും. ചായ ഉണ്ടാക്കാൻ അറിയോ? ചോയോ? ഓ, എവറസ്റ്റ് കയറാൻ പറ്റുമോ? അല്ല, എനിക്ക് ശ്വാസം മുട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനത്തെ പയ്യന്മാരെയാണ് നോക്കുന്നത്. അല്ല, എനിക്ക് സർക്കാർ ജോലിയുണ്ട്. എവറസ്റ്റ് മസ്റ്റാണ്. cheers. അതെ അതെ നിന്നേ, ഇത് ഓട്ട മത്സരമല്ല, ജോഗിങ് ആണ്. അതൊക്കെ എനിക്കറിയാം. ഇതേ അവിടെ ഇല്ലേ ഒരു ചായ കഴിഞ്ഞു, ഞാൻ അവിടെ കാണാം. ബൈ. പിന്നെ എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഞാനോ 3ാം ക്ലാസ്സിൽ കന്യാകുമാരി പോയത് ഒഴിച്ചാൽ വേറെ എവിടെ പോയിട്ടില്ല. എവിടെയും? എനിക്ക് സ്വന്തം കക്കൂസ് മസ്റ്റാണ്. അത് കിട്ടുന്ന ഒരു മനസ്സമാധാനം എനിക്ക് വേറെ എവിടെ കിട്ടില്ല. പിന്നെ കോളേജൊക്കെ എത്തിയപ്പോൾ ഒരു മടിയായി. പിന്നെ ആരും കൊണ്ടുപോകാനും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കൊണ്ടുപോകാനാണല്ലോ. പറ്റിങ്ങനെ ഓടി നോക്കി പെണ്ണുമ്പിള്ള. പിന്നെ വേണം നിന്റെ എന്തുപറ്റി? തീരെ ഓക്കെയല്ലോ. ഈ പ്രായത്തിലുള്ള ഒരുത്തിന് വരുന്ന പ്രശ്നമൊക്കെ തന്നെ. എന്താണ് മൂലക്കുരുവോ? ഞാൻ വല്ലതും പറഞ്ഞാണ്ടല്ലോ. സോറി. എന്താ കാര്യം പറ. എന്ത് പറ്റിന്ന് പറ. കാശാണ് പ്രശ്നം. EMI അടച്ചടച്ച് ഞാൻ ഒരു വഴിയാവും നോക്കുന്നത്. പെട്ടെന്ന് അടയ്ക്കേണ്ട ഒരു ഫണ്ടുണ്ട്. പ്രകാശ് തരാന്നായിരുന്നു പറഞ്ഞു. പക്ഷെ അവനെന്തോ ഒരു ഡിലേ 2 ദിവസം എടുക്കുന്നൊക്കെ പറഞ്ഞു. പവനൊക്കെ ഇപ്പൊ എത്രയാ വില? എന്റെ കയ്യിലൊരു മാലയുണ്ട്, അത് വേണേ കൊണ്ട് പണയം വെച്ചു. നിനക്ക് സീനില്ലേ? അമ്മ അറിയേണ്ട സെറ്റാക്കി തരാം. പെട്ടെന്ന് എടുത്തു തരൂ. ആ, അന്ന് തരാം. പെട്ടെന്ന് എടുത്തുള്ളൂട്ടോ. എന്തായി? ആ, ഞാൻ ദേ പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞിട്ട് വിളിക്കട്ടോ. ആ, ഞാനൊരു 2 ദിവസത്തിനുള്ളിൽ മാല എടുത്ത് തരാം കേട്ടോ. ആയിക്കോട്ടെ. ആ, ഓക്കെ. The subscriber is currently switched off. പെട്ടെന്ന് എടുത്തുള്ളൂട്ടോ. Please try after some time. ഞാനൊരു 2 ദിവസത്തിനുള്ളിൽ മാല എടുത്ത് തരാം കേട്ടോ. The subscriber is currently switched off. Please try after some time. इस समय उपभोक्ता का मोबाइल The subscriber is currently switched off. Please try after some time. इस समय उपभोक्ता का मोबाइल ആരാ? പ്രകാശ് അല്ലേ? അതെ. ആരാ? ഗോവിന്ദ് വിളിച്ചിരുന്നോ? അതാരാ? നിങ്ങളുടെ കൂട്ടുകാരൻ. സോറി, എനിക്ക് അങ്ങനെ ഒരു കൂട്ടുകാരനില്ല. ഞാൻ ഇപ്പം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഞാനൊന്ന് ഉറങ്ങട്ടെ.
എന്താ? വാസുവേട്ടൻ്റെ ഫ്രണ്ടാണല്ലേ? അല്ല. അതെ, ഈ ഗോവിന്ദനെ നമ്മൾ വസൂട്ടാന്നാണ് വിളിക്കാറ്. അതുകൊണ്ടാണ് ആദ്യം ഗോവിന്ദൻ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാകാത്തത്. പുള്ളി എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തേ? അവൻ ചിലപ്പോൾ അങ്ങനെയാണ്, ഫോൺ വിളിച്ച് എടുക്കുകയില്ല. എവിടുന്നേലും കുറച്ച് കാശ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഊരുന്നുണ്ടല്ല. ചിലപ്പോൾ എവിടുന്നേലും കാശ് കിട്ടി കാണും. ഇപ്പോൾ എവറസ്റ്റ് എന്നുള്ള ഭ്രാന്ത. അല്ല, ഞാൻ പുള്ളിക്കൊരു മാല കൊടുത്തിരുന്നു. ഇനി അതെങ്ങാനും ഇട്ടിട്ടില്ല. വാസുട്ട എങ്ങോട്ടാ? നേപ്പാൾ. എന്താ പോയിരുന്നോ? ഞാൻ വിളിച്ചപ്പോ എന്താ ഫോൺ എടുക്കാന്? അത് ട്രിപ്പ് പോകാൻ എണ്ണ അടിക്കാനുള്ളതുകൊണ്ട് ഫോൺ വിട്ടു.